എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതേപോലെയുള്ള ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഷോളാണ്. ഇത് ബിഗിനേഴ്സിന് പോലും ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതിൽ കൂടുതലും ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. പിന്നെ ഡബിൾ ക്രോഷേ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. ഈ ഷോൾ ചെയ്യാൻ ഞാൻ വൂളൻ യാർഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഹുക്ക് 3 mm ഹുക്ക്. ആദ്യം സ്ലിപ്പ് നോട്ട് ഉണ്ടാക്കണം. ഈ യാൺ ഈ വിരലും ഇങ്ങനെ ചുറ്റുക, കണ്ടോ? അപ്പോൾ റൗണ്ട് കിട്ടും. ഈ ഹുക്ക് ഇങ്ങനെ കടത്തി ഈ യാൺ ഇങ്ങോട്ട് വലിച്ചെടുക്കുക. അപ്പോൾ സ്ലിപ്പ് നോട്ടായി. ഇനി ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ഹുക്ക് ഇങ്ങനെ കടത്തി ഈ യാണടക്കം ഈ ലൂപ്പിൽ കൂടെ ഇങ്ങോട്ട് കടത്തുക, കണ്ടോ? ഒരു ചെയിനായി. അങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ 180 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി 3 ചെയിൻ സ്റ്റിച്ചും കൂടി ചെയ്യാം. കണ്ടോ? ഇനി ഈ 3 ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തേൽ ഡബിൾ ക്രോഷേ ചെയ്യാം. 3 ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ട് 4ാമത്തെ ചെയിനിൽ ഹുക്ക് ഇങ്ങനെ കടത്തി യാണിങ്ങോട്ട് എടുക്കുക, കണ്ടോ? 3 ലൂപ്സ് കിട്ടും. ഫസ്റ്റ് ഈ 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തുക, വീണ്ടും 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ. അപ്പോൾ ഈ 3 ചെയിൻ സ്റ്റിച്ചും ഒരു ഡബിൾ ക്രോഷേ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അടുത്ത ചെയിനിലും ഇതേപോലെ ഡബിൾ ക്രോഷേ ചെയ്യാം. ഇങ്ങനെ കടത്തി ഞാൻ എടുക്കുക, 2 ലൂപ്സിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കടത്തുക, വീണ്ടും, കണ്ടോ? അപ്പോൾ 3 ഡബിൾ ക്രോഷേ, അതായത് 3 ചെയിൻ സ്റ്റിച്ച് ഒരു ഡബിൾ ക്രോഷേ ആയിട്ട് കണക്കാക്കി. പിന്നെ 2 ഡബിൾ ക്രോഷേ. ഇനി ഇങ്ങനെ ഡബിൾ ക്രോഷേ ചെയ്യുക അറ്റം വരെ. ഈ അറ്റം വരെ ചെയ്തിട്ട് കാണിക്കാം. 3 ഡബിൾ ക്രോഷയും കൂടി ചെയ്യാം. കണ്ടോ? അപ്പോൾ ഇത് ഫിനിഷ്. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങോട്ട് തിരിച്ചു പിടിക്കാം. തിരിച്ചു പിടിച്ചിട്ട് ഈ അടുത്ത ഡബിൾ ക്രോഷേ ചെയ്തില്ലേ ഇവിടെ, ഇതിൻ്റെ നേരെ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇതിൻ്റെ നേരെ ഡബിൾ ക്രോഷേ ചെയ്യും. ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഹുക്ക് കടത്തിയിട്ട് ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ഡബിൾ ക്രോഷയിലും ഡബിൾ ക്രോഷേ ചെയ്യാം. അടുത്ത ഡബിൾ ക്രോഷയിലും ഡബിൾ ക്രോഷേ ചെയ്യും. ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യും. അപ്പോൾ ഈ 3 ചെയിൻ സ്റ്റിച്ച്, അത് ഒരു ഡബിൾ ക്രോഷേ, ഇത് പിന്നെ 4 ഡബിൾ ക്രോഷേ. അപ്പോൾ ഇത് 5 ഡബിൾ ക്രോഷേ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി 7 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 7 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. 7 ചെയിൻ സ്റ്റിച്ച്. പിന്നെ ഇതിൽ 4 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് 5ാമത്തെ ഡബിൾ ക്രോഷയിലാണ് ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. 1 2 3 4 5. അപ്പോൾ 4 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് 5ാമത്തെ ഡബിൾ ക്രോഷയിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി 7 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 7 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനി 4 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് 5ാമത്തെ ഡബിൾ ക്രോഷയിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം.
1 2 3 4 5 സിംഗിൾ ക്രോഷറ്റ് ചെയ്യാം. വീണ്ടും 7 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും അഞ്ചാമത്തെ ഡബിൾ ക്രോഷയിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5. ഈ പാറ്റേൺ അറ്റം വരെ ചെയ്യാം. അതായത് 7 ചെയിൻ സ്റ്റിച്ച്, പിന്നെ 4 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് അഞ്ചാമത്തെ ഡബിൾ ക്രോഷയിൽ സിംഗിൾ ക്രോഷറ്റ് ചെയ്യാം. വീണ്ടും 7 ചെയിൻ സ്റ്റിച്ച്, സിംഗിൾ ക്രോഷേ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഇവിടെ 5 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 2 3 4 5. ഇനി ഈ 4 ഡബിൾ ക്രോഷേ സ്കിപ്പ് ചെയ്തിട്ട് അഞ്ചാമത്തെ ഡബിൾ ക്രോഷയിൽ ഡബിൾ ക്രോഷേന് ചെയ്യാം. 1 2 3 4. ഇവിടെ ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിലും ഡബിൾ ക്രോഷേ, അടുത്തതിലും ഡബിൾ ക്രോഷേ, അടുത്ത ചെയിനിലും ഡബിൾ ക്രോഷേ, അടുത്ത ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്തിന് അതിൻ്റെ നടുവിൽ വരണം, അവിടെ ഡബിൾ ക്രോഷേ ചെയ്യും. അപ്പോൾ 5 ഡബിൾ ക്രോഷേ ചെയ്തു. അപ്പോൾ ഇതിൽ 5 ചെയിൻ സ്റ്റിച്ച്, 5 ഡബിൾ ക്രോഷേ. ഇനി ഇതിങ്ങോട്ട് തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിച്ചിട്ട് ഈ ഗ്യാപ്പിൽ ഈ 2 ലൂപ്പിൻ്റെ ഇടയിൽ കൂടെ ഒരു കടത്തി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം, ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ ഡബിൾ ക്രോഷയുടെ അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി സിംഗിൾ ക്രോഷറ്റ് ചെയ്യാം. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ചെയ്യാം. പിന്നെ ഡബിൾ ക്രോഷറ്റ് ചെയ്യാം. 4 ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. 3 4. അതായത് ഈ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷേ ആയിട്ട് കണക്കാക്കുന്നു. പിന്നെ 4 ഡബിൾ ക്രോഷേ, ടോട്ടൽ 5 ഡബിൾ ക്രോഷേ. ഇനി 5 ചെയിൻ ചെയ്യാം. 2 3 4 5. ഈ ചെയിൻ സ്റ്റിച്ച് ചെയ്തിന് ഇതിൻ്റെ നടുവിൽ വരുന്ന വിധത്തിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യും. ഉണ്ടോ? വീണ്ടും 7 ചെയിൻ സ്റ്റിച്ച് ചെയ്യും. ഇവിടെ 5 ചെയിനാണ് ചെയ്തിട്ടുള്ളത്, ഇവിടെ 7. വീണ്ടും ഇവിടെ സിംഗിൾ ക്രോഷറ്റ് ചെയ്യും. വീണ്ടും 7 ചെയിൻ സ്റ്റിച്ച്. പിന്നെ ഇവിടെ സിംഗിൾ ക്രോഷറ്റ്, 7 ചെയിൻ, സിംഗിൾ ക്രോഷറ്റ്. ഈ പാറ്റേണിൽ ചെയ്യാം. 7 ചെയിൻ ചെയ്യാം. ഇനി ഇവിടെ ഒരു സിംഗിൾ ക്രോഷറ്റ് ചെയ്യാം. ഇനി 5 ചെയിൻ ചെയ്യാം. ഇനി ഇവിടെ ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. 5 ഡബിൾ ക്രോഷറ്റ് ചെയ്യാം. 3 4 5. അപ്പോൾ ഇവിടെയൊക്കെ 7 ചെയിൻ ചെയ്യാം. ഇവിടെ 5 ചെയിൻ, 5 ഡബിൾ ക്രോഷേ. ഇനി ഇതിങ്ങോട്ട് തിരിച്ചു പിടിക്കുക. പിന്നെ ഈ ഡബിൾ ക്രോഷേ അവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച്,
ഇവിടെയും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഈ ഡബിൾ ക്രോഷയുടെ മുകളിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ സിംഗിൾ ക്രോഷേ ചെയ്യാം. പിന്നെ 3 ചെയിൻ ചെയ്യാം. കണ്ടോ? ഇനി ഇവിടെ 4 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4. അപ്പോൾ 4 ഡബിൾ ക്രോഷേ 3 ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ടോട്ടലായിട്ട് 5 ഡബിൾ ക്രോഷേ ആയിട്ടത് കണക്കാക്കുന്നു. ഇനി 5 ചെയിൻ ചെയ്യാം. ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. പിന്നെ 7 ചെയിൻ ചെയ്യാം. ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും 7 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. കണ്ടോ? 7 ചെയിൻ ചെയ്യാം. ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. പിന്നെ 5 ചെയിൻ ചെയ്യാം. 3 4 5. പിന്നെ ഇവിടെ ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. 5 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4 5. കണ്ടോ? ഇങ്ങനെ വരും. ഇനി ഇത് തിരിച്ചു പിടിച്ചിട്ട് ഈ ഡബിൾ ക്രോഷയുടെ അവിടെയൊക്കെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ. ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച്, വീണ്ടും ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച്, ഇവിടെയും ഈ ഡബിൾ ക്രോഷയുടെ അവിടെയും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ സിംഗിൾ ക്രോഷേ ചെയ്യാം. 3 ചെയിൻ ചെയ്യാം. പിന്നെ 4 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2 3 4. അതായത് ഈ 3 ചെയിൻ സ്റ്റിച്ച് അടക്കം 5 ഡബിൾ ക്രോഷേ. പിന്നെ 5 ചെയിൻ ചെയ്യാം. ഫൈവ് ചെയിൻ ചെയ്തു. ഇനി ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. പിന്നെ ഇവിടെ 7 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. കണ്ടോ? ഇനി ഇവിടെ സിംഗിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും 7 ചെയിൻ ചെയ്യാം. വീണ്ടും ഇവിടെ സിംഗിൾ ക്രോഷേ. ഈ പാറ്റേണിൽ ചെയ്യാം. 7 ചെയിൻ ചെയ്യാം. ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. പിന്നെ 5 ചെയിൻ ചെയ്യാം. പിന്നെ ഇവിടെ 5 ഡബിൾ ക്രോഷേ ചെയ്യാം. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ച് പിടിച്ചിട്ട് ഈ ഡബിൾ ക്രോഷയുടെ മുകളിലായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ 5 ചെയിൻ ചെയ്യാം. പിന്നെ സിംഗിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും 7 ചെയിൻ ചെയ്യാം. പിന്നെ ഇവിടെ സിംഗിൾ ക്രോഷേ,
7 ചെയിൻ സിംഗിൾ ക്രോഷേ. ഇങ്ങനെ ഈ പാറ്റേണിൽ ഇത് എല്ലാം അറ്റം വരെ ചെയ്യാം. കണ്ടോ, ഞാൻ ഇത്രയും ചെയ്തു ഈ അറ്റം വരെ. ഇനി ഈ അറ്റത്ത് ടസൽസ് പിടിപ്പിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഒരു ചെറിയ ബുക്കോ എന്തെങ്കിലും എടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ വേണമെങ്കിൽ നമുക്ക് ചുറ്റാം. ഇതിലിങ്ങനെ ചുറ്റുക. നിങ്ങൾക്ക് എത്ര കനത്തിലെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര റൗണ്ട് ചുറ്റണം. ഞാനിത് 15 റൗണ്ടാണ് ചുറ്റിട്ടുള്ളത്. ഇനി ഇതിവിടെ വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതുമ്പോൾ നമുക്കിത് പിടിപ്പിക്കാം. ഫസ്റ്റ് ഇതിങ്ങനെ വളച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ഈ അറ്റം ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടത്താം. കണ്ടോ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കടത്തി വലിച്ച് ടൈറ്റ് ആക്കുക. കണ്ടോ, ഇത് വലിച്ച് ടൈറ്റ് ആക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ അറ്റം വെട്ടി ഒപ്പാക്കുക. കണ്ടോ, ടസൽസ് റെഡി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.